2026 ഫെബ്രുവരി 27 വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് തെക്കുപടിഞ്ഞാറൻ ബംഗ്ലാദേശിൽ പ്രഭവകേന്ദ്രമായി 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം കൊൽക്കത്തയിലും പശ്ചിമബംഗാളിലെ പല ജില്ലകളിലും ശക്തമായ കുലുക്കമുണ്ടാക്കി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി (NCS) റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രാത്രി 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ഓടെ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂചലനമുണ്ടായത്. ഇത് ജനങ്ങളിൽ വലിയ പരിഭ്രാന്തിക്ക് കാരണമായി. ഒരു മുൻകരുതലായിട്ട് ധാരാളം പേർ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമെല്ലാം പെട്ടെന്ന് പുറത്തിറങ്ങി. കൊൽക്കത്തയിൽ വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ ഉടൻ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ ഭൂചലനം ഈ മേഖല ഭൂകമ്പ സാധ്യതയുള്ളതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏകദേശം 10 സെക്കൻഡോളം കുലുക്കം വ്യക്തമായി അനുഭവപ്പെട്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി തുറന്ന സ്ഥലങ്ങളിലേക്ക് ഓടി. ഈ സംഭവത്തെ തുടർന്ന് ദുരന്ത നിവാരണ അതോറിറ്റികൾ ഉടൻ പ്രതികരണവുമായി രംഗത്തെത്തി. അവർ ഭൂചലനം സ്ഥിരീകരിക്കുകയും വ്യാപകമായ കുലുക്കത്തിനിടയിലും ശാന്തരായിരിക്കാൻ പൗരന്മാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആദ്യം വന്ന റിപ്പോർട്ടുകളിൽ ഭൂകമ്പത്തിന്റെ തീവ്രതയിലും പ്രഭവകേന്ദ്രത്തിന്റെ കാര്യത്തിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. US ജിയോളജിക്കൽ സർവേ (USGS) റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഭൂകമ്പത്തിന്റെ തീവ്രത 5.3 ആയിരുന്നു. പ്രഭവകേന്ദ്രം പശ്ചിമബംഗാളിലെ ടാക്കിയിൽ നിന്ന് 26 കിലോമീറ്റർ തെക്കുകിഴക്കായിട്ടാണ്. എന്നാൽ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി (NCS) രേഖപ്പെടുത്തിയത് 5.5 തീവ്രതയും പ്രഭവകേന്ദ്രം ബംഗ്ലാദേശിലാണെന്നുമാണ്. ഈ വിവരമാണ് മറ്റ് വാർത്താ ഏജൻസികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്. തുടക്കത്തിൽ ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് സാധാരണമാണ്. കാരണം ഭൂകമ്പ പഠന ഏജൻസികൾ അവരുടെ കൂടുതൽ കൃത്യമാക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. പ്രഭവകേന്ദ്രത്തിന്റെ ആദ്യത്തെ കൃത്യമായ വിവരങ്ങൾ എന്തായിരുന്നാലും കൊൽക്കത്തയിൽ ഭൂകമ്പം നന്നായി അനുഭവപ്പെട്ടു. സീലിംഗ് ഫാനുകൾ ആടിയിളഞ്ഞെന്നും ഫർണിച്ചറുകൾ വിറച്ചെന്നും ജനലുകൾ കിലുങ്ങിയെന്നുമൊക്കെയാണ് അവിടുത്തെ താമസക്കാർ പറയുന്നത്. പ്രകമ്പനം പ്രത്യേകിച്ച് കൂടുതലായി അനുഭവപ്പെട്ടത് ഉയരമുള്ള കെട്ടിടങ്ങളിലായിരുന്നു. അവിടെ കുലുക്കം കൂടുതൽ ശക്തമായി തോന്നി. അയൽ ജില്ലകളിൽ നിന്നും പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് ഭൂകമ്പത്തിന്റെ പ്രകമ്പനം എത്ര ദൂരം വ്യാപിച്ചുവെന്ന് വ്യക്തമാക്കുന്നു. ഈ സംഭവം ആളുകളിൽ ഒരുതരം ആശങ്കയുണ്ടാക്കി. ആദ്യമായി ഭൂകമ്പം അനുഭവിച്ചതിന്റെ ഞെട്ടലോടെ പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. കൊൽക്കത്ത ഉൾപ്പെടുന്ന ബംഗാൾ ബേസിൻ ഭൂകമ്പങ്ങൾ പതിവായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യൻ യൂറേഷ്യൻ പ്ലേറ്റുകളുടെ കൂട്ടിയിടിയാണ് ഇതിനു പിന്നിൽ. സീസ്മിക് സോൺ 3, IV എന്നിവയ്ക്ക് അടുത്താണ് നഗരത്തിന്റെ സ്ഥാനം. ഒപ്പം അവിടുത്തെ മൃദുലമായ എക്കൽ മണ്ണും നഗരത്തിന്റെ ഈ ദുർബലയ്ക്ക് പ്രധാന കാരണമാണ്. വിദഗ്ധർ പറയുന്നത് എക്കൽ മണ്ണ് ഭൂകമ്പത്തിന്റെ പ്രകമ്പനം കൂട്ടുമെന്നാണ്. അതുകൊണ്ട് ഇടത്തരം ഭൂകമ്പങ്ങൾ പോലും കൂടുതൽ ശക്തമായി അനുഭവപ്പെടാനും വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഹിമാലയൻ, ഇൻഡോ-ബർമീസ് ഓറോജനിക് ബെൽറ്റുകൾ ഉൾപ്പെടെ വലിയ ഭൂകമ്പ സാധ്യതകളുള്ള നിരവധി സജീവമായ പ്ലേറ്റ് അതിരുകൾക്കും രൂപമാറ്റം വരുന്ന മേഖലകൾക്കും സമീപമാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ബംഗാൾ ബേസിനിൽ ഒരുപാട് ശക്തമായ ഭൂകമ്പങ്ങളുണ്ടായിട്ടുണ്ട്. ചിലതിന് 7ഉം 8.1 വരെ തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വലിയ ഭൂകമ്പ സാധ്യതയാണ് കാണിക്കുന്നത്. 1897 ഷില്ലോങ് ഭൂകമ്പം, 1885 ബംഗാൾ ഭൂകമ്പം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾ മണ്ണിന്റെ ദ്രവീകരണം, ലിക്വിഫാക്ഷൻ പോലുള്ള പ്രതിഭാസങ്ങൾക്കും കൊൽക്കത്തയിൽ പോലും വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പുതിയ ഭൂകമ്പമുണ്ടായപ്പോൾ നബനെയും നിയമസഭയും പോലുള്ള പല സർക്കാർ ഓഫീസുകളിലെയും ജീവനക്കാർ വീണ്ടും ഒരു കുലുക്കം വരുമോ എന്ന് പേടിച്ച് താൽക്കാലികമായി കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി തുറന്ന സ്ഥലങ്ങളിൽ തടിച്ചുകൂടി. നഗരത്തിലെ IT ഹബ്ബായ സാൾട്ട് ലേക്കിലും അതുപോലെ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളിലുമൊക്കെ സമാനമായ കാഴ്ചകളായിരുന്നു. ഉടൻ വലിയ തുടർചലനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഏകദേശം 10 സെക്കൻഡോളം നീണ്ടുനിന്ന ആദ്യത്തെ കുലുക്കം അത് അനുഭവിച്ചവരുടെ മനസ്സിൽ വലിയൊരു ഞെട്ടലുണ്ടായി. കേന്ദ്രമന്ത്രി സുഗാന്ത മജുംദാർ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ കുലുക്കം അനുഭവപ്പെട്ടപ്പോൾ അത് നിർത്തിവെച്ചത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. ഈ സംഭവം എത്രത്തോളം അപ്രതീക്ഷിതമായിരുന്നെന്നും സാധാരണ കാര്യങ്ങളെ എങ്ങനെ താറുമാറാക്കിയെന്നും ഇത് കാണിച്ചുതന്നു. ഈ അതിവേഗ ഒഴിപ്പിക്കൽ കാണിക്കുന്നത് ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങളെ നേരിടാൻ പൊതുസമൂഹവും സ്ഥാപനങ്ങളും എത്രത്തോളം ബോധവാന്മാരും സജ്ജരാണെന്നുമാണ്. ഈയിടെയുണ്ടായതും ചരിത്രത്തിലുണ്ടായതുമായ അനുഭവങ്ങളാണ് ഈ തയ്യാറെടുപ്പിന് പിന്നിൽ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലും ബംഗാൾ ബേസിനിലുമൊക്കെ തുടർച്ചയായി ഭൂകമ്പങ്ങളുണ്ടാകുന്നത് കൊൽക്കത്തയെപ്പോലെയുള്ള ദുർബല പ്രദേശങ്ങളിൽ ഉറപ്പുള്ള നഗരാസൂത്രണവും ഭൂകമ്പത്തെ അതിജീവിക്കുന്ന കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കർശനമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ നഗരത്തിലെ ഭൂകമ്പ സാധ്യത കൂടുന്നതിന് പിന്നിൽ അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മാത്രമല്ല, ഉയർന്ന ജനസാന്ദ്രതയും ഒരുപാട് പഴയ കെട്ടിടങ്ങളുമുള്ളത് ഒരു പ്രധാന കാരണമാണ്. ഈ മേഖലയിലെ ഭൂകമ്പ സാധ്യതകൾ അധികൃതർ ഇപ്പോഴും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ജനങ്ങൾക്ക് മുന്നറിയിപ്പുകൾ നൽകുകയും മുൻകരുതലുകളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2026 ഫെബ്രുവരി 27 ഭൂകമ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സജീവമായ ടെക്ടോണിക് ശക്തികളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ബംഗാൾ ബേസിന്റെ സിസ്മോടെക്ടോണിക്സിനെക്കുറിച്ച് നടക്കുന്ന തുടർച്ചയായ പഠനങ്ങൾ ഈ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ മനസ്സിലാക്കാനും അത് കുറക്കാനും നിർണായകമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബേസിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം ഭൂമിയുടെ ചലനത്തിലുണ്ടാകുന്ന വർധനവിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾക്ക് ഈ പഠനങ്ങൾ വളരെ പ്രധാനമാണ്.